മുഖ്യമന്ത്രിയായ ശേഷം വി.ഡി. സതീശൻ ആദ്യമായി മലപ്പുറം പാണക്കാടെത്തി. ഗോകുൽ കെ വേണുഗോപാൽ പാണക്കാട് നിന്നും തത്സമയം ചേരുന്നു. ഗോകുൽ, വിശദാംശങ്ങൾ. SKN 9:35 കൂടിയിട്ടായിരുന്നു മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പാണക്കാടെത്തിയത്. സാദിഖ് അലി ശിഹാബ് തങ്ങൾ, പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗ് നേതാക്കൾ അദ്ദേഹത്തെ സ്വീകരിക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം ആദ്യമായിട്ടാണ് വി.ഡി. സതീശൻ പാണക്കാട് എത്തുന്നത് എന്നൊരു പ്രത്യേകത കൂടി അദ്ദേഹത്തിന്റെ ഈ സന്ദർശനത്തിലുണ്ട്. നമുക്കറിയാം, മുഖ്യമന്ത്രി ചർച്ചയുമായി ബന്ധപ്പെട്ട് UDF-നകത്ത് പലതരത്തിലുള്ള പേരുകൾ ഉയർന്നു വന്ന പശ്ചാത്തലത്തിൽ ഈ വി.ഡി. സതീശൻ അനുകൂലമായി മുസ്ലിം ലീഗ് സ്വീകരിച്ച നിലപാടുകൾ, പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രതികരണങ്ങളൊക്കെ വലിയ ചർച്ചയായിരുന്നു. അതിനാൽ തന്നെ വി.ഡി. സതീശന്റെ ഈ സന്ദർശനത്തിൽ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് എന്നത് എടുത്തു പറയേണ്ടതാണ്. പ്രത്യേകിച്ച് ഒരു പെരുന്നാൾ ദിനത്തിൽ വി.ഡി. സതീശൻ ഇങ്ങോട്ടേക്ക് എത്തുന്നു, പെരുന്നാൾ സന്ദേശങ്ങൾ കൈമാറുന്നു. നേരത്തെ പി കെ കുഞ്ഞാലിക്കുട്ടി കണ്ട സമയത്ത് വി.ഡി. സതീശന്റെ സന്ദർശനത്തിൽ രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ചയാവും, ഭരണപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ചയാകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരണം നടത്തിയിട്ടില്ല എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഡൽഹിയിലും പിന്നീട് അദ്ദേഹം വിമാനത്താവളത്തിൽ വന്നിറങ്ങുന്ന സമയത്തൊക്കെ പ്രതികരണത്തിന് മാധ്യമങ്ങൾ ശ്രമിച്ചിരുന്നെങ്കിലും അത് സാധ്യമാകാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ആ വിഷയത്തിൽ വി.ഡി. സതീശന്റെ പ്രതികരണം ഉണ്ടാവുമോ എന്നുള്ളതും ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള വി.ഡി. സതീശന്റെ യാത്രയിൽ അദ്ദേഹത്തിന്റെ സഞ്ചാരത്ത് നിർണായകമായത് മുസ്ലിം ലീഗിന്റെ പ്രതികരണങ്ങൾ തന്നെയായിരുന്നു, അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ നിലപാടുകൾ തന്നെയായിരുന്നു എന്നുള്ളതാണ്. പല പേരുകളൊക്കെ ഉയർന്നു വന്ന സമയത്ത് വി.ഡി. സതീശനായി തുടക്കം മുതൽ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും മുസ്ലിം ലീഗും അദ്ദേഹത്തിന്റെ പിറകിൽ അണിനിരന്നു എന്നുള്ളതാണ്. മുസ്ലിം ലീഗ് അണികളൊക്കെ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ ഈ സന്ദർശനത്തിൽ രാഷ്ട്രീയ പ്രാധാന്യം ഏറെയുണ്ട്. വി.ഡി. സതീശന്റെ മുഖ്യമന്ത്രി പദത്തിൽ ഈ പറയുന്ന പോലെ മുസ്ലിം ലീഗിനും അവർക്ക് സന്തോഷിക്കാവുന്ന വകയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കഴിഞ്ഞ 18-ാം തീയതിയായിരുന്നു വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അതിനുശേഷം പാണക്കാടേക്ക് എത്തുകയോ മുസ്ലിം ലീഗ് നേതാക്കൾ ഇവിടെ എത്തി കാണുകയും ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഒന്നും ഉണ്ടായിരുന്നില്ല. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ഫോണിൽ ബന്ധപ്പെടുകയും അല്ലെങ്കിൽ സത്യപ്രതിജ്ഞാ ചടങ്ങിലൊക്കെ സന്ദർശിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നേരിട്ട് അദ്ദേഹം എത്തുന്നു. പാണക്കാട് കുടുംബങ്ങളിലെ മുതിർന്ന ആളുകളൊക്കെ, മുനവർ അലി ശിഹാബ് തങ്ങൾ, അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ സന്ദർശനം നടത്തുകയാണ്. 9:35 കൂടിയിട്ടായിരുന്നു അദ്ദേഹം ഇവിടെ എത്തിയിട്ടുള്ളത്. ഒരു 10-15 മിനിറ്റ് കൂടി സന്ദർശനം നീളുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം അദ്ദേഹം കോഴിക്കോടേക്ക് ഇറങ്ങും. കോഴിക്കോട് അദ്ദേഹത്തിന് മറ്റു പരിപാടികളൊക്കെ ഉണ്ട്. അതിനിടയിൽ ഒരുപക്ഷെ ED റെയ്ഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രതികരണം ഉണ്ടാകുമോ എന്ന ഒരു തേടൽ കൂടി ഇവിടെ ഉണ്ടാകുന്നുണ്ട്. SK ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.